മാറി വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ. പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി പേരെ കാണാതായി. കുട്ടികളും മുതിർന്നവരുമടക്കം 25 പേർ മരിച്ചതായാണ് സ്ഥിരീകരണം. ഒട്ടനവധി ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. പല കുടുംബത്തിലെയും ആളുകളെ കാണാതായിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയും മുൻപേ പലരും മണ്ണിനടിയിലായി. ദുരന്തഭൂമിയിൽ നിന്നും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. അപകടത്തിൽപ്പെട്ടവർ ഒറ്റപ്പെട്ടുപോയ പ്രദേശങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തിച്ചേരുന്നതേയുള്ളൂ. തകർന്നടിഞ്ഞ വീടുകളും ഗതിമാറി ഒഴുകുന്ന പുഴയും വൻതോതിൽ കുന്നുകൂടി കിടക്കുന്ന മരത്തടികളും ചെളിയും മാലിന്യങ്ങളുമാണ് അപകടം ഉണ്ടായ സ്ഥലത്ത് ദൃശ്യമാകുന്നത്. പല വീടുകളും അപ്രത്യക്ഷമായി. 2019 പ്രളയകാലത്ത് നിരവധി പേർ മരിച്ച പുത്തുമല ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇപ്പോൾ അപകടമുണ്ടായ സ്ഥലം. ഇവിടെയുള്ള വെള്ളാർമല സ്കൂൾ ഒന്നാകെ മണ്ണിനടിയിലായി. അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ്, NDRF, ലോക്കൽ എമർജൻസി റെസ്പോൺസ് ടീം എന്നിവരുടെ 250 അംഗ അംഗങ്ങൾ വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. മുണ്ടക്കൈ അട്ടമല പ്രദേശത്തേക്കുള്ള ഏക പാലമായ ചൂരൽമല പാലവും പ്രധാന റോഡും തകർന്നതോടെ ഇവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയാതെയായി. ചൂരൽമലയിൽ സൈന്യം എത്തിയ ശേഷം മുണ്ടക്കൈ മേഖലയിലേക്കും ചൂരൽപ്പുഴയ്ക്ക് അക്കരയ്ക്കും എത്തിപ്പെടാനായി താൽക്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം നടത്തും. പുഴയിലൂടെ രക്ഷാപ്രവർത്തനം ശ്രമകരമായതിനാൽ ഹെലികോപ്റ്റർ എത്തിക്കാനും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ അത് രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഹെലികോപ്റ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കണമെങ്കിൽ കാലാവസ്ഥ അനുകൂലമാകേണ്ടതുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോൺ വിളിച്ച് സംസാരിച്ചു. കേന്ദ്രത്തിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.